ചോദ്യം നമ്പർ 65 ശ്രീ എൻ ഷംസുദ്ദീൻ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സർ, ചോദ്യം നമ്പർ 65 പരിശോധിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. വന്യമൃഗ ഇടനാഴികളുടെയും വനമേഖലയുടെയും ശീതീകരണം, കാലാവസ്ഥാ വ്യതിയാനം, മാലിന്യ നിക്ഷേപം, കാട്ടുതീ, വനമേഖലയിലെ അശാസ്ത്രീയമായ ടൂറിസം പ്രവർത്തനങ്ങൾ, റോഡ് നിർമ്മാണം, ജനസാന്ദ്രത, വനമേഖലയിൽ ജലവസ്തുവിൻ്റെയും ആഹാരത്തിൻ്റെയും ലഭ്യതക്കുറവ്, തെറ്റായ ഭൂവിനിയോഗം, വനമേഖലയോട് ചേർന്ന് കൊടുക്കുന്ന ഭൂപ്രദേശങ്ങളിലെ കൃഷിരീതി, അവയുടെ കിടപ്പും കളകളുടെ ആധിക്യവും, വന്യമൃഗങ്ങളെ ആകർഷിക്കാൻ ഭക്ഷണപദാർത്ഥങ്ങൾ നൽകുന്ന വനമേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനധികൃത ഫാമുകൾ, പരിപാലിക്കാത്ത തോട്ടങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങളാലാണ് വന്യമൃഗങ്ങൾ ജനമേഖലയിലേക്ക് കടന്നു വരുന്നത്. ബി സ്വീകരിച്ചിട്ടുണ്ട്. സർ, അത് കുറച്ചധികം ഉണ്ട്. അല്ല, ഒരു മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 1434 കുളങ്ങൾ, 574 വയലുകൾ, വാട്ടർ ഹോഴ്സ് തുടങ്ങി 308ഓളം മറ്റിതര ജലസ്രോതസ്സുകൾ നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള 21 പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ബജറ്റ് പ്രഖ്യാപനമാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഇത്തരം വന്യമൃഗ ആക്രമണത്തിൽ നിന്നും മലയോര മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനാവശ്യമായ ഊർജിതമായ ശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. സർ, ഇവിടെ മന്ത്രി സ്ഥിരം പറയുന്ന മറുപടികളാണ് സർ പറഞ്ഞത്. കേരളത്തിലെ വന്യജീവി ആക്രമണത്തിന്റെ ഇന്നത്തെ അവസ്ഥ എത്ര ഭീതിതമാണ് എന്ന് ഞങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓരോ ദിവസവും കേരളത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. വനം വകുപ്പ് ഇതേപോലെ പദ്ധതികൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് സർ. ഇവിടെ ഇപ്പോ അവസാനമായിട്ട് വയനാട് ഒരു തോട്ടം തൊഴിലാളിയായ സഹോദരിയെ കടുവ ജീവനോടെ കടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷിക്കുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സീൻ നമ്മൾ കാണണ്ടായി. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ സർ. അങ്ങയുടെ പാർട്ടിക്കാർക്ക് അവസരം നഷ്ടപ്പെടും. ഈ കടുവയുടെ സാന്നിധ്യം വനം വകുപ്പിന് കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അത് വനം വകുപ്പിന് കണ്ടെത്താനുള്ള ക്യാമറയുണ്ട്. എന്തുകൊണ്ടാണ് വയനാട്ടിലെ കടുവയുടെ സാന്നിധ്യം? ഒരു തോട്ടം തൊഴിലാളി അവിടെ പോകുന്നുണ്ട്, ആ പോണതിന് മുമ്പ് പറയാമായിരുന്നു അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന്. ആ കാര്യത്തിൽ എന്ത് വീഴ്ച ആർക്കാണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നതാണ് എന്റെ ചോദ്യം. കടുവയുടെ സാന്നിധ്യം എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയല്ലേ? അല്ല അങ്ങയുടെ ചോദ്യത്തോടുമല്ല, സ്പീക്കറുടെ ഒരു ഇതിന് പറഞ്ഞതാണ്. അത് വളരെ നിസ്സാരമായി ഗവൺമെൻറ് കാണുന്നു എന്ന പരാമർശം ഖേദകരമാണ്. 2, സർ, ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ പെടുള്ളൂ. കാടിനെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിൽ പെടുത്താൻ സാധിക്കില്ല. കാരണം ക്യാമറയുടെ താഴെ പച്ചപ്പുകൾ വരും. ആ പച്ചപ്പുകളും ചെറുകാടുകളുടെയും ഇടയിലാണ് ഇത്തരം വന്യമൃഗങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ പുൽപ്പരപ്പാണ് മിക്കവാറും ക്യാമറകളിലൂടെ കാണുന്നത്. അത് കേരളത്തിൻ്റെ വനമേഖലയുടെയും ഭൂപ്രദേശത്തിൻ്റെയും സവിശേഷതയാണ്. അപ്പോൾ ഉൾക്കാടുകളിലേക്ക് കൂടി നിരീക്ഷണം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള മാൻ പവർ കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ. ആ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. പലപ്പോഴും ഇത്തരം വന്യജീവികളെ കണ്ടാൽ അവയെ വെടിവെക്കാൻ വനം വകുപ്പ് അനുമതി കൊടുക്കാറില്ല. അതിന് വിവിധ കമ്മിറ്റികൾ ചേരണമെന്നാണ് പറയാറ്. എന്നാൽ ഈ വയനാട്ട് കേസിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായപ്പോൾ മന്ത്രി പറഞ്ഞു വെടിവെക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ നല്ല കാര്യം തന്നെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. പക്ഷെ വെടിവെക്കേണ്ടി വന്നില്ല, അവസാനം കടുവ ചാവുകയുണ്ടായത്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വെടിവെക്കാൻ ഉത്തരവിടാമെങ്കിൽ കേരളത്തിൽ പലപ്പോഴും വന്യജീവികളെ കാണുമ്പോൾ വളരെ കൂടുതൽ അക്രമകാരികളായ ആനയൊക്കെ കാണുമ്പോൾ വെടിവെക്കാനുള്ള ഉത്തരവിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വെടിവെക്കാനുള്ള ഉത്തരവ് വയനാട് മോഡൽ എവിടെ വന്യജീവികളെ കണ്ടാലും വനം വകുപ്പിന് കൊടുക്കുമോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെപ്പോലെ പരിചയമുള്ള ഒരു മെമ്പർ ഇങ്ങനെ ചോദിക്കുന്ന കഷ്ടമാണ്. കാരണം വെടിവെക്കാനുള്ള നടപടികൾ നേരത്തെ കാലതാമസമുണ്ടായിരുന്നു. ആ കാലതാമസത്തിന് കാരണം പല നിയമങ്ങളാണ്. പക്ഷേ
ഇപ്പോൾ താങ്കൾ ഈ ഒരു 1-2 മാസം അല്ലെങ്കിൽ 6 മാസത്തിനിടയിൽ കാലതാമസമുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചാൽ ആ കാലതാമസത്തിന് ഉത്തരവാദികളുടെ പേരിൽ നടപടിയെടുക്കുന്നതാണ്. ശ്രീ KP മജീദ്. ശ്രീ വന്യമൃഗ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അത് തടയുന്നതിന് ആവശ്യമായ ഫെൻസിങ് മറ്റ് പരിപാടികൾക്കും ആവശ്യമായ ഫണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലുണ്ടോ? എന്നത്തേക്ക് ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറയാമോ? സർ, വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തവണത്തെ കേരള ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നബാർഡിൻ്റെയും കേന്ദ്ര കൃഷി വികാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പുമായും ആലോചിച്ചും ഇത്തരം കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഈ പദ്ധതികൾ 1.5 വർഷത്തിനിടയിൽ പൂർത്തിയാവും. ശ്രീ എന്നെ നെല്ലിക്കുന്നു. സർ, വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമുള്ള ജില്ലയാണ് കാസർഗോഡ്. അവിടെ കേരളത്തിൽ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക ജില്ല കാസർഗോഡാണ്. അത് സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെയും ആവശ്യമായ മാൻ പവറിൻ്റെയും അപര്യാപ്തത ഉണ്ട് എന്നുള്ളത് ശരിയാണ്. 20 ഫോറസ്റ്റ് സ്റ്റേഷനുകളെങ്കിലും അടിയന്തരമായി സ്ഥാപിക്കണമെന്നൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട ധനവകുപ്പിൻ്റെ പരിഗണനയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ സഭയുടെ ഒരു വികാരം മാനിച്ച് ഒരു 10 എണ്ണമെങ്കിലും അനുവദിച്ച് തന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഞാൻ നേരത്തെ സഭയ്ക്ക് ഉറപ്പ് നൽകിയതാണ്, ആദ്യത്തെ പരിഗണന കാസർഗോഡ് ജില്ലക്കായിരിക്കും. ശ്രീ TV ഇബ്രാഹിം. സർ, ഇന്നിപ്പോൾ ഈ സഭയിലേക്ക് വരുമ്പോഴും വയനാട് മനു എന്ന് പറയുന്ന ഒരാളെ ആന കൊന്നിട്ടുണ്ട്. അയാളുടെ ഭാര്യയെ കാണാനില്ല, ഭാര്യയെ തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യന്മാരെ മാത്രമല്ല കൊല്ലുന്നത്, അതേസമയം തന്നെ വ്യാപകമായ കൃഷിനാശം. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടുപ്രദേശത്ത് പോലും പന്നികൾ കയറുന്നു, കുരങ്ങന്മാർ വന്നിട്ട് തേങ്ങ ഇട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്ത് പരിഹാരമാണ് സർ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ പോകുന്നത്? സർ, അതാണ് നിരവധി കാരണങ്ങളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ അങ്ങ് തന്നെ ഇവിടെ വ്യക്തമാക്കിയത് ഉൾക്കാടിനകത്ത് പോയി കാണാതായവരുടെ പ്രശ്നമാണ്. കാട്ടിനകത്തേക്ക് പോകുന്നത് എന്ത് തരത്തിലായിരിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ. പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നത്, അങ്ങനെ സംഭവിച്ചെങ്കിലും സർക്കാർ നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതിൻ്റെ ശരിതെറ്റുകൾ നോക്കാതെ നൽകണമെന്ന നിർദ്ദേശമാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്.